ഇപ്പോൾ നേരത്തെ വീണ പറഞ്ഞതുപോലെ തന്നെ ഫെയർനെസ് പ്രോഡക്ട്സ് അല്ലെങ്കിൽ നിറം കൂട്ടാനായിട്ട് കുഞ്ഞിനോ ഇങ്ങനെയെങ്കിലും മഞ്ഞൾ തേപ്പിക്കുക, അങ്ങനെ ഇങ്ങനെ കുഞ്ഞിന്റെ നിറമല്ലാതെ മറ്റൊരു നിറമാക്കാൻ ശ്രമിക്കുക. ആ ശ്രമം കുഴപ്പമില്ല, പക്ഷെ ഒരിക്കലും കുഞ്ഞിന്റെ മനസ്സിലേക്ക് അത് കടക്കരുത്. ഇതുപോലെ ഈ കുഞ്ഞുങ്ങളെ നോക്കുന്ന ആൾക്കാർ ചെയ്യുന്ന മറ്റൊരു തെറ്റായ പ്രവണതയാണ് കുഞ്ഞിന് സുഗന്ധദ്രവ്യങ്ങൾ. കുഞ്ഞുങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ സ്വെറ്റ് ഗ്ലാൻസ് ഇല്ല. കുഞ്ഞുങ്ങൾ ഒരു പ്രായം വരെ ഈ ഇഴഞ്ഞു തുടങ്ങുമ്പോൾ അഴുക്കാകലല്ലാതെ കുഞ്ഞുങ്ങൾക്ക് ഈ കുഞ്ഞുങ്ങളുടെ തേൻ ഒലിച്ചിട്ടുള്ളതോ അല്ലെങ്കിൽ കുഞ്ഞുങ്ങളുടെ ഡയപ്പറിലുള്ള ആ ഒരു ഇതല്ലാതെ കുഞ്ഞുങ്ങൾ വൃത്തികേടാകുന്നില്ല, അഴുക്കാകുന്നില്ല. അതുകൊണ്ട് കുഞ്ഞുങ്ങൾക്ക് സുഗന്ധം ദ്രവ്യങ്ങളുടെ ഈ പൗഡറിന്റെ പോലും ആവശ്യമില്ല എന്നുള്ളതാണ് ഇതിൽ. നമ്മൾ പൗഡറിന്റെ പോട്ടെ, മണമുള്ള സോപ്പുകളിലെ കുഞ്ഞുങ്ങളുടെ സോപ്പ് എന്ന് പറഞ്ഞാൽ ശരിക്കും അതിന് പലതരം ടെസ്റ്റുകളുണ്ട്. ആൽക്കലൈൻ ഇന്നത്തെ മാർക്കറ്റിൽ ഇറങ്ങുന്ന സോപ്പുകൾ പലപ്പോഴും ആ ഒരു ഇതല്ല. സോപ്പുകൾ എന്ന് പറഞ്ഞാൽ മണം ഉണ്ടായിരിക്കണം, കോണ്ടെക്സ്റ്റ് ഉള്ളത് കൊണ്ട്. മണം മാത്രമല്ല, സോപ്പ് നിറം വരുത്താനാണല്ലോ ഇപ്പൊ സോപ്പുകൾ. ഏത് പരസ്യം എടുത്താലും നമ്മളിപ്പോ ആദ്യം ഈ എന്താ പറയാ കോസ്മെറ്റിക്സിന്റെ കാര്യം പറഞ്ഞതുപോലെ തന്നെയാണ്, ഏത് ഫെയർനെസ് ക്രീമുകളുടെ കാര്യം പറഞ്ഞ പോലെ തന്നെയാണ് സോപ്പ് എന്ന് പറയുന്നത്. സോപ്പ് തേച്ച് അങ്ങ് രാജകുമാരിയെ പോലെ ആകുന്നു എന്നുള്ളതാണ് പല പരസ്യങ്ങളും നമ്മളെ ബോധിപ്പിക്കുന്നതും. അതാണ് അവരുടെ ഒരു മാർക്കറ്റിംഗ് ടെക്നിക്കായിട്ട് അവർ മുന്നോട്ട് കൊണ്ടുവരുന്നത് അല്ലേ. പക്ഷേ എന്നാൽ ഇത് അനു പറഞ്ഞ പോലെ കുട്ടികളുടെ കാര്യത്തിൽ ഒരിക്കലും ആപ്ലിക്കബിൾ ആകരുത് എന്നുള്ളതാണ് നമ്മൾ പറയുന്നത് അല്ലേ. ശരിക്കും പറഞ്ഞാൽ സോപ്പ് എന്ന് പറഞ്ഞാൽ വിയർക്കുന്നവർക്ക് ദുർഗന്ധം മാറാനും ഒക്കെയാണ്. കുഞ്ഞുങ്ങൾക്ക് ഒരു 2 വയസ്സ് വരെ കുഞ്ഞുങ്ങളുടെ സ്വെറ്റ് ഗ്ലാൻസ് പ്രോപ്പർലി ഡെവലപ്ഡ് അല്ല. കുഞ്ഞുങ്ങളെ നാറില്ല. അപ്പോൾ കുഞ്ഞുങ്ങളെ അങ്ങനെ കുഞ്ഞുങ്ങളുടെ ഇത് മാറ്റുന്ന, കുഞ്ഞുങ്ങളുടെ സ്കിന്നിന്റെ നാച്ചുറൽ ടെക്സ്ചർ മാറ്റുന്ന ഒരു തരം പ്രോഡക്ട്സും ഉപയോഗിക്കരുത്. പൗഡർ, സോപ്പ് എന്നിവ ഉൾപ്പെടുന്ന ഒന്നും ഉപയോഗിക്കരുത്. അതേസമയം നമ്മുടെ നാട്ടിൽ വളരെ സുലഭമായിട്ട് ലഭിക്കുന്ന വെളിച്ചെണ്ണ, വെളിച്ചെണ്ണയാണ് കുടിക്കുക. വെളിച്ചെണ്ണ എന്തിന്? തേങ്ങാപ്പാലിൽ നിന്ന് എടുക്കുന്ന വെർജിൻ കോക്കനട്ട് ഓയിൽ, അതാണ് കുഞ്ഞുങ്ങൾക്ക് ഏറ്റവും നല്ലത്, ഉചിതം. നിങ്ങളുടെ വീട്ടിൽ കിട്ടുന്ന വെളിച്ചെണ്ണ മാത്രം മതി നമ്മുടെ കുട്ടിയെ സുന്ദരനാക്കാൻ അല്ലെങ്കിൽ സുന്ദരിയാക്കാൻ എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് നമ്മൾ അടുത്ത സെഗ്മെന്റിലേക്ക് പോവുകയാണ്. അടുത്ത സെഗ്മെന്റ് പ്രണവം. നമസ്കാരം. ജ്യോതിഷത്തിന്റെ കാണാപ്പുറങ്ങൾ തേടുന്ന പ്രണവത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. ജ്യോതിഷ സംബന്ധമായ നിങ്ങളുടെ സംശയങ്ങൾക്ക് മറുപടി നൽകുന്നത് പ്രശസ്ത ജ്യോതിഷാചാര്യനായ ശ്രീ സുഭാഷ് തന്ത്രികളാണ്. നമുക്ക് സ്വാഗതം ചെയ്യാം. സ്വാഗതം സർ. സർ, കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ സംസാരിച്ചിരുന്നത് കർക്കിടക മാസത്തിന്റെ പ്രത്യേകതകളെ കുറിച്ചും കർക്കിടക മാസത്തിലെ നാലമ്പല യാത്രയെക്കുറിച്ചും ഒക്കെയാണ്. അപ്പോൾ ഈ നാലമ്പല ദർശനം എന്നുള്ളതിനപ്പുറത്തേക്ക് മറ്റെന്തൊക്കെ കാര്യങ്ങളാണ് ഒരു കർക്കിടക മാസത്തിൽ ഒരു വിശ്വാസി അനുഷ്ഠിക്കേണ്ടത്? അത്തരം കാര്യങ്ങളൊക്കെ ഒന്ന് പറയാമോ സർ? അതേപോലെ തന്നെ നമ്മുടെ കർക്കിടക മാസത്തിൽ ക്ഷേത്രങ്ങളിലെല്ലാം വളരെ പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. കർക്കിടക മാസാചരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെല്ലാവരും കാണാറുണ്ടാവും, ബാനറൊക്കെ കെട്ടി വളരെ ആഘോഷത്തോടുകൂടി ചെയ്യുന്ന ഒരു സംഭവമാണ്. അപ്പോൾ ഈ കർക്കിടക മാസത്തിൽ നാലമ്പല ദർശനം, രാമായണം, ഇതെല്ലാം നമ്മൾ മുമ്പ് പറഞ്ഞു. അതേപോലെ തന്നെ ഗണപതിക്ക് ഒരുപാട് പ്രാധാന്യമുള്ള ഒരു മാസം കൂടിയാണ് കർക്കിടക മാസം. അതാണ് പല ക്ഷേത്രങ്ങളിലും ഓരോ സമുദായ സംഘടനകളുടെ ആ ബിൽഡിങ്ങുകളിൽ പോലും ഈ കർക്കിടക മാസത്തിൽ ഗണപതി ഹോമം ഓരോ രീതിയിലേക്ക് ഓരോ ടേൺ അനുസരിച്ച് ഓരോ ദിവസം ചെയ്യുന്ന ഒരു രീതിയൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു പ്രാധാന്യം എന്താണെന്ന് വെച്ചാൽ കർക്കിടക മാസം നമ്മൾ മുമ്പ് പറഞ്ഞു പഞ്ഞമാസമായിരുന്നു. കേരളത്തിലാണ് പൊതുവെ ഇത് കൂടുതൽ കാണുന്നത്. എല്ലാ മാസങ്ങളും ഒരേപോലെയൊക്കെ തന്നെയാണ്. എന്നിരുന്നാലും കർക്കിടക മാസത്തിൽ ഗണപതി ഹോമം എല്ലാം കൂടുതൽ നടത്തുന്ന അങ്ങനെ ഒരു സമ്പ്രദായം എല്ലാം വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കുക, നമുക്ക് വീട്ടിൽ ഗണപതി ഹോമം നടത്തുന്ന ഒരു സെറ്റപ്പ് കൂടിയുണ്ട്. അതായത് നമ്മുടെ വീട്ടിൽ ആചാര്യനെ കൊണ്ടുവന്ന് നടത്താം, അതല്ലാതെ ക്ഷേത്രങ്ങളിൽ നടത്താം. ഇത് കൂടാതെ ഒരു ആചാര്യനോ ഒരു ക്ഷേത്രത്തിൽ പോവാതെയും നമുക്ക് നടത്താം. അതിന് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഒരു കൊട്ടത്തേങ്ങ എന്ന് പറഞ്ഞാൽ നാളികേരം, അതിൻ്റെ അകത്ത് തന്നെ പരിപ്പ് ഉണങ്ങി വെള്ളമെല്ലാം വലിഞ്ഞ് കിടുകിടുന്ന് കേൾക്കുന്ന ഒരു സൗണ്ടിലുള്ള കൊട്ടത്തേങ്ങ നമ്മുടെ വീട്ടിൽ കുറച്ചാൾ മാറ്റിയിട്ട് കഴിഞ്ഞാൽ സംഭവിക്കും. നല്ല മൂത്ത നാളികേരമാണെങ്കിൽ അത് കൊട്ടത്തേങ്ങയായിട്ട് കിട്ടും. അത് മുറിക്കുമ്പോൾ തന്നെ ശരിക്കും പറഞ്ഞാൽ വെളിച്ചെണ്ണയുടെ ഒരു അംശം വരുന്ന പോലെ, അതാണ് ശരിക്കുള്ള കൊട്ടത്തേങ്ങ എന്ന് പറയുന്നത്. അപ്പോൾ ഈ കൊട്ടത്തേങ്ങ ഒന്നുകിൽ 21 പീസായിട്ട് മുറിക്കുക. 21 പീസാണ് എപ്പോഴും അഭികാമ്യം. കാരണം ഗണപതിക്ക് ഹോമം ചെയ്യുമ്പോൾ 21 ദ്രവ്യം 21 പ്രാവശ്യം അങ്ങനെ ഒരു കണക്കിലാണ് ചെയ്യുന്നത്. അപ്പോൾ 21 പീസാക്കി മുറിച്ച് കഴിഞ്ഞിട്ട് നമ്മളൊരു മൺചട്ടി വാങ്ങുക. ഒരു മൺചട്ടി എന്ന് പറഞ്ഞാൽ സാധാരണ കറിയൊക്കെ വയ്ക്കാവുന്ന രീതിയിലുള്ള ഒരു മൺചട്ടി വാങ്ങുക. പുതിയതായിരിക്കണം, അതുകൊണ്ടാണ് വാങ്ങണം എന്ന് പറയുന്നത്. അപ്പോൾ ഒരു മൺചട്ടി വാങ്ങിയിട്ട് ഈ മൺചട്ടിയിൽ കുറച്ച് മണലൊക്കെ നിറച്ചിട്ട് അതിനുശേഷം പ്ലാവിൻ്റെ കാതൽ വിറക്, പ്ലാവ് എന്ന് പറഞ്ഞാൽ പ്ലാവിൻ്റെ കാതൽ വിറക് എന്ന് ഉദ്ദേശിച്ച മഞ്ഞ കളറായിരിക്കും. കാരണം പുഴുക്കുത്തൊന്നും ഉണ്ടാവുമല്ലോ, അതുകൊണ്ടാണ് കാതൽ എന്ന് നിർദ്ദേശിക്കുന്നത്. പിന്നെ ചിരട്ട, ഇതെല്ലാം കുറച്ച് തല്ലി പൊട്ടിച്ച് ഇങ്ങനെയുള്ള സംഭവം റെഡിയാക്കിയിട്ട് സന്ധ്യയ്ക്ക് വിളക്ക് വെച്ചതിന് ശേഷം
അതായത് നമ്മൾ സ്വന്തം വീട്ടിൽ ചെയ്യുമ്പോൾ എപ്പോഴും സന്ധ്യയ്ക്കായിരിക്കും പ്രാധാന്യം. അപ്പോൾ നമ്മുടെ വീട്ടിൽ തന്നെ കുറച്ച് മണലൊക്കെ നിരത്തി ഇട്ടിട്ട് ഈ പ്ലാവിൻ്റെ കാതൽ വിറക് കണ്ടിച്ച് ചെറിയ പീസാക്കി എടുക്കാം. അതേപോലെ ചിരട്ട തല്ലി പിടിച്ചെടുക്കാം. പിന്നെ കുറച്ച് കർപ്പൂരം വാങ്ങിക്കുക. കാരണം തീ കൊളുത്തുമ്പോൾ കർപ്പൂരം കത്തിച്ച് കൊളുത്തുക, അല്ലാതെ മണ്ണെണ്ണ ഒഴിച്ച് ചെയ്യാൻ പാടില്ല. അപ്പോൾ അങ്ങനെ കർപ്പൂരം എല്ലാം കൊളുത്തി ഈ അണലാക്കി കഴിയുമ്പോൾ നമുക്ക് വേണമെങ്കിൽ ഓരോ ദിവസം 21 പീസിൽ നിന്നും ഈ കൊട്ടത്തേങ്ങ ഗണപതി ഭഗവാനെ വിചാരിച്ച് ആ ഹോമകുണ്ടം നമ്മൾ റെഡിയാക്കിയ ഹോമകുണ്ടത്തിൽ നമ്മുടെ വീട്ടിൽ വിളക്കിൻ്റെ ഉമ്മർത്ത് വെച്ച് തന്നെ ഭഗവാനെ വിചാരിച്ച് അങ്ങ് ചെയ്യാം. അങ്ങനെ 21 ദിവസം വേണമെങ്കിൽ നമുക്ക് നമ്മൾ ചെയ്യുന്നൊരു ഗണപതി ഹോമമാണ്. അപ്പൊ ഇതിന് ഒരു മന്ത്രത്തിന്റെ ആവശ്യമില്ല. കാരണം നിങ്ങൾക്ക് അങ്ങനെ ഭഗവാന്റെ മന്ത്രം വേണമെന്നുണ്ടെങ്കിൽ ഭഗവാന്റെ ധ്യാന മന്ത്രമായ ഓം നമോ ഭഗവതേ ഓം ഏകദന്തം മഹാകായം തപ്ത കാഞ്ചന സന്നിഭം ലംബോദരം വിശാലാക്ഷം വന്ദേഹം ഗണനായകം, ഈ മന്ത്രം നമുക്ക് 21 പ്രാവശ്യം ജപിക്കാം. അതായത് എപ്പോഴും മനസ്സിലാക്കുക, കർമ്മം ചെയ്യുന്ന ഒരു ദിവസം 21 പ്രാവശ്യം കർമ്മം ചെയ്യുന്ന കർമ്മി മാത്രമേ ഏതു ദേവന്റെ ആയാലും മൂലമന്ത്രങ്ങൾ ഉപയോഗിക്കാൻ പാടുള്ളൂ. ഇതെല്ലാം എപ്പോഴും അറിഞ്ഞിരിക്കണം. അല്ലാതെ നിങ്ങൾ ബുക്കുകളിലൊക്കെ പലരും ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഈ അടുത്ത് ഈ ലക്കത്തിലെ ഒരു പ്രമുഖ മാസികയിൽ ഒരു മന്ത്രം ഭസ്മധാരണം ധരിക്കുന്നതിനുള്ള മന്ത്രം എന്ന് പറഞ്ഞൊക്കെ മന്ത്രം കൊടുത്തിട്ടുണ്ട്. അഘോര മന്ത്രം, പ്രജട എന്ന് പറഞ്ഞിട്ട്. അതായത് നമ്മുടെ മണിച്ചിത്രത്താഴ് സിനിമയിൽ അവസാന രംഗത്തിൽ തിലകൻ ഉപയോഗിക്കുന്ന ഒരു മന്ത്രം, അതിൻ്റെ ഒരു ബാക്കിയാണ് ആ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ കേൾക്കാനൊക്കെ രസമുണ്ടാവും. പ്രജട ഗാതയ ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഭസ്മം ധരിക്കാൻ പറയുമ്പോൾ ബന്ധ എന്നൊക്കെ പറഞ്ഞാണ് അതിനകത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ പത്രാധിപർക്ക് എപ്പോഴും നമ്മളെ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, മാധ്യമങ്ങൾക്കോ പത്രാധിപർക്കോ ഇവർക്ക് കിട്ടിയിരിക്കുന്ന സാധനം ശരിയാണോ തെറ്റാണോ, ജനം എങ്ങനെ ഉപയോഗിക്കും, ഇതിൻ്റെ ഗുണമാണോ ദോഷമാണോ നോക്കേണ്ട യാതൊരു ഉത്തരവാദിത്വം ഇല്ല. എല്ലാവരും പറയാറുണ്ട് പത്രധർമ്മം എന്ന് പറയുന്ന ഒരു സംഭവം. ഇതൊക്കെ ധർമ്മം മാത്രമേ ഉള്ളൂ. നമ്മൾ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, ധർമ്മം എന്ന് എഴുതിയൊന്നും പിന്നാലെ പോകണ്ട, അവർക്ക് കിട്ടിയത് അവരിടും എന്നല്ലാതെ കണ്ട അതിൻ്റെ ശരി തെറ്റിലേക്കൊന്നും വിവക്ഷിച്ചൊന്നും ആരും വരില്ല. അപ്പം ഇതൊക്കെ ചാടി പുറപ്പെട്ട് ചെയ്യാൻ പോകുമ്പോൾ അതിൻ്റെ പിന്നിൽ ഒളിഞ്ഞിരിക്കുന്ന ദോഷം ചെയ്യുന്ന ആളെന്നെ അനുഭവിക്കേണ്ടി വരും. പറഞ്ഞു തന്ന ആർക്കും അതിന്റെ പരിണിത ഫലമൊന്നും ഉണ്ടാവില്ല. അപ്പൊ ഈ ഭസ്മൊക്കെ ധരിക്കുമ്പോൾ അഘോര മന്ത്രം എന്നൊക്കെ അതിനകത്ത് എഴുതിയിട്ടിട്ടുണ്ട്. ഈ പറഞ്ഞ പ്രജട ബന്ധ ഗാതയ. അപ്പൊ ഇത് ശരിക്കും പറഞ്ഞാൽ ബന്ധന മന്ത്രമാണ്, ബന്ധിക്കാനുള്ള മന്ത്രമാണ്. അപ്പൊ ഈ ഭസ്മം ധരിച്ച് നമ്മൾ തന്നെ സ്വയം അങ്ങ് ബന്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഉള്ള സമാധാനം ഇല്ലാണ്ടാവും. അപ്പൊ ഇതൊക്കെ എപ്പോഴും മനസ്സിലാക്കിയിരിക്കുന്നത്. നമ്മൾ മുമ്പേ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, പല ആചാര്യന്മാരും വെളിവില്ല വെള്ളിയാഴ്ച ഇല്ലാതെയും വെളിവോട് കൂടിയൊക്കെ, ചിലർ വെളിവില്ലാന്ന് തന്നെ എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം നമ്മൾ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, മൂലമന്ത്രങ്ങളൊന്നും ശരിക്ക് പറഞ്ഞാൽ ഭക്തർക്ക് കൊടുത്തുകൂടാ. പിന്നെ എന്തുകൊണ്ട് നമ്മളിത് വെളിപ്പെടുത്തുന്നതെന്ന് പറഞ്ഞാൽ, സുബ്രഹ്മണ്യൻ്റെ മൂലമന്ത്രമായ ഷടാനനം കുങ്കുമ രക്തവർണം മഹാമതിം ദിവ്യമയൂരവാഹനം രുദ്രസ്യ സൂനും സുരസൈന്യനാഥം ഗുഹം സദാഹം ശരണം പ്രബദ്ധേ. ഈ മന്ത്രമൊന്നും മൂലമന്ത്രമൊന്നും അറിയാതെ പല ആചാര്യന്മാരും ധ്യാനമന്ത്രം എന്നുള്ള നിലയ്ക്ക് ബുക്കുകളിലൊക്കെ എഴുതി, അതായത് നിങ്ങളൊരു ജാതകം എഴുതി വാങ്ങുമ്പോൾ അതിനകത്ത് എഴുതി കൊടുത്തിട്ടുണ്ട്. പലവരുടെയും ജാതകങ്ങളൊക്കെ ഞാൻ എൻ്റെ അടുത്ത് കൊണ്ടുപോയി ഞാൻ നോക്കും, ഇതിൽ എന്തൊക്കെ ഘോഷങ്ങൾ എഴുതി വെച്ചിട്ടുണ്ടെന്നൊക്കെ നോക്കും. അപ്പോൾ അതിനകത്ത് പലപ്പോഴും ഭഗവാന്റെ ധ്യാനമന്ത്രമാണ് എന്ന് തെറ്റിദ്ധരിച്ച് ആചാര്യന്മാർ മൂലമന്ത്രം എഴുതി കൊടുക്കുന്നുണ്ട്. ജനം ഇത് ഭക്തിയോടുകൂടി ജപിച്ച്, അപ്പോൾ ശരിക്കും സംഭവിക്കുന്ന ഗുണമല്ല ദോഷമാണ് അവിടെ സംഭവിക്കുന്നത്. നമ്മൾ പല എപ്പിസോഡിൽ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട്, ഭഗവാന്റെ മൂലമന്ത്രം ഓം വജദ്ഭുവേ നമ എന്നല്ല, അത് ശിവാംശമേ എന്നാണ് വിളിക്കുന്നതിൻ്റെ അർത്ഥം. ശിവൻ്റെ ഏത് മക്കളെ വേണമെങ്കിലും നമുക്ക് വിളിക്കാം. ഓം നമോ ഭഗവതേ ഓം എന്ന് പറഞ്ഞിട്ട് ഓം വജദ്ഭുവേ നമ എന്ന് പറഞ്ഞാൽ ശിവൻ്റെ മക്കളെ ആരെ വേണമെങ്കിലും നമുക്ക് ആ മന്ത്രം ഉപയോഗിച്ച് വിളിക്കാം. അപ്പോൾ അത് ഭഗവാന്റെ സുബ്രഹ്മണ്യൻ്റെ മൂലമന്ത്രം അതല്ല, ഷടാനം കുങ്കുമ രക്തവർണം തന്നെയാണ്. അതുകൊണ്ട് നമ്മൾ പല എപ്പിസോഡുകളിൽ ഇത് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ അങ്ങനെയുള്ള ധ്യാന ശ്ലോകമാണ് എന്ന് ധരിച്ച് ഭഗവാന്റെ മുമ്പിലൊക്കെ അമ്പലത്തിൽ ചെന്നിട്ടൊക്കെ ഇതൊന്നും അങ്ങനെ ജപിക്കാൻ പാടില്ല. കാരണം നിങ്ങൾ 16 ഒരു മന്ത്രം ജപിച്ചു കഴിയുമ്പോൾ ആ മന്ത്രത്തിനൊരു പൂർണ്ണത വന്നു കഴിയും. അത് അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഭഗവാന് നിവേദ്യം കൊടുക്കണം. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ പറയുന്ന, കർമ്മം ചെയ്യുന്ന കർമ്മി മാത്രമേ ഇതെല്ലാം ഉപയോഗിക്കാൻ പാടുള്ളൂ. മൂലമന്ത്രങ്ങൾ നമ്മൾ ഈ തെറ്റിദ്ധാരണ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഈ പ്രോഗ്രാമിൽ ചില മന്ത്രങ്ങളെല്ലാം പറഞ്ഞു തരുന്നത്. അപ്പോൾ നമുക്ക് ഭക്തർക്ക് ഉപയോഗിക്കാവുന്നത് എപ്പോഴും ധ്യാന മന്ത്രങ്ങളാണ്. അതിന് ഗണപതിയുടെ ധ്യാന മന്ത്രമാണ് ഞാൻ മുമ്പ് പറഞ്ഞു. ഓം നമോ ഭഗവതേ ഓം ഏകദന്തം മഹാകായം തപ്ത എന്നാണ് പറയുന്നത്, സപ്തയല്ല, തപ്ത കാഞ്ചന സന്നിഭം ലംബോദരം വിശാലാക്ഷം വന്ദേഹം ഗണനായകം. ഈ മന്ത്രം 21 പ്രാവശ്യം ജപിക്കാം. നമുക്ക് മുമ്പ് പറഞ്ഞ പോലെ ഈ കൊട്ടത്തേങ്ങയുടെ ഒരു പീസ് ഈ ഹോമകുണ്ടത്തിലേക്ക്, നമ്മൾ ഒരുക്കിയിരിക്കുന്ന ഹോമകുണ്ടത്തിലേക്ക്
ഇട്ടിട്ട് അങ്ങനെ ഭഗവാനെ 21 ദിവസം നമുക്ക് നമ്മുടെ വീട്ടിൽ സ്വയം ഗണപതി ഹോമം ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് 7 ദിവസം, കർക്കിടകം 1-ാം തീയതി മുതൽ 7-ാം തീയതി വരെയുള്ള 7 ദിവസത്തിന് വളരെ പ്രാധാന്യമുണ്ട്. ഈ 7 ദിവസം നിങ്ങൾക്ക് 3 പീസ് വെച്ച് ഈ പറഞ്ഞ രീതിയിലേക്ക് കർമ്മത്തിൽ വരാം. ഇങ്ങനെ ചെയ്യുന്ന ഗണപതി ഹോമത്തിന് നിങ്ങൾ ക്ഷേത്രങ്ങളിൽ കൊടുത്ത് ചെയ്യുന്നതിനേക്കാൾ ഒരു 10 ഇരട്ടി ഫലപ്രാപ്തി ഉണ്ടാകും. ഇതെല്ലാം നമ്മൾ അറിഞ്ഞിരിക്കണം. അതായത് നമ്മുടെ പൂർവികാചാര്യന്മാര് ഇങ്ങനെയുള്ള ഒരുപാട് വിദ്യകൾ ജനങ്ങളിലേക്ക് എത്തിച്ചിട്ടുണ്ടായിരുന്നു. കാലം കഴിഞ്ഞപ്പോൾ ഇതെല്ലാം പിന്നാലെ വന്ന ആചാര്യന്മാർക്ക് ഇതൊന്നും അറിഞ്ഞുകൂടാ. ഇതൊന്നും അറിവില്ലാതെ അറിവ് ഒരാൾ പകർന്നു കൊടുക്കുമ്പോൾ ഇങ്ങേര് മാത്രമാണോ മഹാൻ എന്നുള്ള രീതിയിൽ ഞാൻ മുമ്പേ പറഞ്ഞിട്ടുണ്ട്. ഞാൻ മഹാനൊന്നുമല്ല, കാരണം എന്നെ എൻ്റെ ഗുരുനാഥൻ പഠിപ്പിച്ചു തന്നതാണ്. അപ്പോൾ ആ ഒരു അറിവ് നിങ്ങൾക്ക് തരികയാണ്. ജ്യോതിഷ സംബന്ധമായ നിങ്ങളുടെ സംശയങ്ങൾ കത്തുകളായി ഞങ്ങൾക്ക് എഴുതുക. കത്തുകൾ അയക്കേണ്ട വിലാസം: ടു ദ പ്രൊഡ്യൂസർ, പ്രണവം, ലേഡീസ് അവർ, കൗമുദി, പേട്ട, തിരുവനന്തപുരം. നിങ്ങളുടെ സംശയങ്ങൾ കത്തുകളായി അയക്കുന്ന സംശയങ്ങളായിരിക്കും ഞങ്ങളിവിടെ ചർച്ച ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ കത്തുകൾ വായിച്ചില്ല എന്നുള്ളത് കൊണ്ട് വിഷമിക്കേണ്ടതില്ല. തുടർന്നും കത്തുകൾ അയക്കുക. നന്ദി, നമസ്കാരം. നമ്മൾ ഇന്നത്തെ എപ്പിസോഡിൽ വീണ്ടും ഊന്നിലിട്ട് പറയുന്നത് ചൈൽഡ് കെയർ, ബേബി കെയറിൽ ശരിക്കും നാച്ചുറൽ ആയിട്ടുള്ള പ്രോസസ്സുകൾ, നാച്ചുറൽ ആയിട്ടുള്ള സമ്പ്രദായങ്ങൾ മാത്രം ഉപയോഗിക്കുക. വെളിച്ചെണ്ണയിൽ വെളിച്ചെണ്ണയുടെ ഗുണം നമ്മൾ പറഞ്ഞു. ഇതുപോലെ തന്നെ മറ്റൊരു ഗുണമുള്ള കാര്യമാണ്, വീണ ശ്രദ്ധിച്ചിട്ടുണ്ടാകും ഇല്ലേ, ജനിച്ച കുട്ടികളെ പുറത്ത് കൊണ്ട് നിർത്തി. അതെ അതെ. അപ്പോൾ ശരിക്കും സൂര്യരശ്മികളിൽ വിറ്റമിൻ ഡി ഉണ്ട്. ഈ വിറ്റമിൻ ഡി ആണ് ഈ പല കാര്യങ്ങളും സിന്തസൈസ് ചെയ്യാനായിട്ടുള്ള ഫാക്ടറായി വരുന്നത് കുട്ടികളുടെ സ്കിന്നിൽ. ഇപ്പോൾ നമ്മൾ കാണാറുണ്ട് ജനിച്ച കുട്ടികൾക്ക് ഫോട്ടോതെറാപ്പി ലാമിനാർ ചേംബറിനകത്ത് വെക്കുന്നത്. ഇത് പലപ്പോഴും സൂര്യരശ്മികളിലുള്ള കാര്യം തന്നെയാണ്. ഈ ഫോട്ടോതെറാപ്പിയിലൂടെ ശരിക്കും നമ്മുടെ ശരീരത്തിലെ ജോണ്ടിസിന്റെ എലിമെന്റ് എല്ലാം ഒരു രശ്മിയുടെ, ഒരു റേസിന്റെ ഒരു കമ്പോണന്റിലൂടെ നമുക്ക് കിട്ടുന്നു എന്ന് പറഞ്ഞാൽ അതൊക്കെ മാറിപ്പോകുന്നു എന്നുള്ളതല്ലേ. ഇപ്പൊ അത്തരത്തിലുള്ള പല രോഗങ്ങളിൽ നിന്നും രക്ഷ നേടാനും അല്ലെങ്കിൽ വിറ്റാമിൻ ഡി കുട്ടിയുടെ ശരീരത്തിലേക്ക് കിട്ടാനും ഒക്കെ ആയിട്ടാണ് നമ്മൾ ഇളം ചൂട് അല്ലെങ്കിൽ ഇളം വെയിൽ കുഞ്ഞിനെ കൊള്ളിക്കണം എന്ന് പറയുന്നത്. പല വീടുകളിലും അമ്മമാര് അല്ലെങ്കിൽ അമ്മൂമ്മമാരാണ് ഇത്തരം കാര്യങ്ങളിലൊക്കെ മുൻപന്തിയിൽ നിന്ന് ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നത് അല്ലെ. ശരിക്കും നൈസർഗികമായ ആ രീതികൾ എന്തുകൊണ്ടും കുഞ്ഞുങ്ങളുടെ ആ ഒരു ഗുഡ് അപ്ബ്രിങ്ങിങ്ങിനെ സപ്പോർട്ട് ചെയ്യുക മാത്രമല്ല വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ബേബി. നമുക്ക് എല്ലാവരുടെയും ആത്യന്തികമായ ലക്ഷ്യം എന്ന് പറയുന്നത് നമ്മുടെ കുഞ്ഞ് വളരെ ആരോഗ്യത്തോടെ ഇരിക്കുക എന്നുള്ളതാണ്. അപ്പൊ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഇത്തരത്തിലുള്ള സോപ്പും ചീപ്പും കണ്ണാടിയിലേക്കും ഒന്നും ഓടേണ്ട കാര്യമില്ല. നമ്മുടെ വീട്ടിൽ കിട്ടുന്ന വളരെ ലളിതമായിട്ടുള്ള ഇത്തരത്തിലുള്ള കാര്യങ്ങളിലേക്കൊക്കെ ശ്രദ്ധ തിരിക്കുക. ഇത്തരം കാര്യങ്ങൾ നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ നല്ല ആരോഗ്യത്തിന് വേണ്ടിയിട്ട് അങ്ങനെ ഓർമ്മിപ്പിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു സന്ദേശം നൽകിക്കൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് നമ്മൾ വൈൻഡപ്പ് ചെയ്യുകയാണ്. വീണ്ടും കാണാം. അതുവരെ ഇവർക്കും നന്ദി, നമസ്കാരം, ബൈ ബൈ.